ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ബീഹാറിൽ നാളെ വരെ പത്രിക സമർപ്പിക്കാം. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. വിദേശ നിക്ഷേപങ്ങളിൽ മറ്റ് ഏഷ്യൻ വിപണികളെ പിന്തള്ളി ഇന്ത്യ. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപകർ ഈ മാസം നൽകിയത് $3.63 ബില്യൺ. ഗാസയിലെ സംഘർഷം അവലോകനം ചെയ്യാൻ ദോഹയിൽ ചർച്ചകൾ തുടരുന്നു. ഉടമ്പടി ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്ന് മധ്യസ്ഥരെ തിരിച്ചുവിളിച്ചതായി ഇസ്രായേൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ വരെ സമയമുണ്ട്. അതിനിടെ വിവിധ സംസ്ഥാനങ്ങളിൽ പത്രികാ സമർപ്പണത്തിലുള്ള അവസാനവട്ട തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. രാജസ്ഥാനിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സീറ്റുകളിലേക്കായി 40 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ജയ്പൂരിൽ 10 പേരാണ് പത്രിക സമർപ്പിച്ചത്. അൽവാറിൽ BJP നേതാവ് ഭൂപേന്ദ്ര യാദവ്, ബിക്കാനീറിൽ അർജുൻ റാം മേഘ്വാൾ എന്നിവർ ഇന്ന് പത്രിക നൽകും. അസമിൽ 11 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സർബാനന്ദ സോനോവാൾ, ജോർഘട്ടിൽ കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്, ലഖിംപൂരിൽ BJP MP പ്രദാൻ ബറുവ എന്നിവരാണ് പത്രിക സമർപ്പിച്ച പ്രമുഖർ. മണിപ്പൂരിലെ ഇന്റർ ഔട്ടർ ലോക്സഭാ സീറ്റുകളിലേക്ക് 2 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ജമ്മുകാശ്മീരിലെ ഉധംപൂർ മണ്ഡലത്തിൽ ഇതുവരെ 7 പേരാണ് പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കേരളത്തിലെ 20 സീറ്റുകൾ, കർണാടകത്തിലെ 14 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ അടക്കമുള്ളവയിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. ഏപ്രിൽ 26-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും 6 ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് സ്വരണകാന്ത ശർമ്മയാണ് ഹർജി പരിഗണിക്കുന്നത്. മാർച്ച് 21-നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി അദ്ദേഹത്തെ മാർച്ച് 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 7ാം സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. ഛത്തീസ്ഗഡിലെ സർഗുജയിൽ നിന്ന് ശശി സിംഗ്, റായ്ഗഡിൽ നിന്ന് ഡോക്ടർ മെങ്ക ദേവി സിംഗ്, ബിലാസ്പൂരിൽ നിന്ന് ദേവേന്ദർ സിംഗ് യാദവ്, കാങ്കറിൽ നിന്ന് ബിരേഷ് താക്കൂർ എന്നിവർ മത്സരിക്കും. R സുധ തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 16 സ്ഥാനാർത്ഥികളുടെ പട്ടിക ശിവസേന UBT പുറത്തിറക്കി. അരവിന്ദ് സാവന്ത്, രജൻ വിചാരെ, വിനായക് റൌത്ത് തുടങ്ങി 5 സിറ്റിംഗ് MPമാർക്ക് ഇക്കുറിയും അവസരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ചന്ദ്രകാന്ത് ഖൈരെ, സഞ്ജയ് ദിന പാട്ടീൽ, അനന്ത് ഗീതെ എന്നിവർക്ക് ഇക്കുറി ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലം MP ഗജനാൻ കീർത്തിക്കറെ നേരിടാൻ മകൻ അമോൽ കീർത്തിക്കറെയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞവട്ടം കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്ന സംഗ്ലി സീറ്റിലേക്കും ശിവസേന UBT ഇക്കുറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ചിൽ ലഭിച്ച വിദേശ നിക്ഷേപങ്ങളിൽ മറ്റ് ഏഷ്യൻ വിപണികളെ പിന്തള്ളി ഇന്ത്യ. ഇന്ത്യൻ ഓഹരികളിൽ $3.63 ബില്യൺ വിദേശ നിക്ഷേപകർ നൽകിയത്. ആഭ്യന്തര നിക്ഷേപകർ 52,467 കോടി രൂപയും നൽകിയിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് പുറത്ത് ദക്ഷിണ കൊറിയ, തായ്വാൻ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ FII നിക്ഷേപം ലഭിച്ചത്. എന്നാൽ ശ്രീലങ്ക, ജപ്പാൻ, മലേഷ്യ അടക്കമുള്ള വിപണികളിൽ നിന്നും നിക്ഷേപകർ വലിയ തോതിൽ പണം പിൻവലിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു.
തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് രാവിലെ കവി ONV കുറുപ്പിന്റെ വസതി സന്ദർശിച്ചു. ഉച്ചയ്ക്ക് ലോ അക്കാദമി സന്ദർശിച്ച ശേഷം മറ്റ് പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇന്ന് തിരുവനന്തപുരം നിയമസഭാ നിയോജക മണ്ഡലം കൺവെൻഷനിലും മറ്റ് പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മീറ്റ് ദ പീപ്പിൾ പരിപാടിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവിടങ്ങളും സന്ദർശിക്കും. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മൊകേരി ഗവൺമെന്റ് കോളേജ് സന്ദർശിച്ചാണ് ഇന്ന് പര്യടനം തുടങ്ങിയത്. LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പൊതുപര്യടന പരിപാടികൾക്ക് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ മൂരാടിൽ തുടക്കമായി. NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ ഇന്ന് ചോമ്പാല ഹാർബർ, വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. BJP പിന്തുണയോടെ NCP അജിത് പവാർ പക്ഷത്തിന്റെ NDA സ്ഥാനാർത്ഥിയായി യൂസഫ് സഖാഫിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 63 റൺസിന് പരാജയപ്പെടുത്തി. ഗാസ ഉടമ്പടി ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്ന് മധ്യസ്ഥരെ ദോഹയിൽ നിന്ന് തിരിച്ചു വിളിച്ചതായി ഇസ്രായേൽ. ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് ബന്ദികളാക്കിയ 130-ൽ 40 പേരെ മോചിപ്പിച്ച് പകരം ഇസ്രായേൽ 6 ആഴ്ചത്തേക്ക് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേൽ ആവശ്യം ശക്തമാക്കിയിരുന്നു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളൊക്കെയും ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് അട്ടിമറിക്കുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ നിരന്തരമായ സൈനിക ആക്രമണം ചർച്ചകൾ തടസ്സപ്പെടുത്തിയെന്ന് ഹമാസ് ആരോപിച്ചു. അതിനിടെ ഗാസയിൽ രൂക്ഷമായി തുടരുന്ന സ്ഥിതി അവലോകനം ചെയ്യാൻ ദോഹയിൽ ചർച്ചകൾ തുടരുകയാണ്. US-ലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പൽ ഇടിച്ച് പാലം തകർന്ന സംഭവത്തിൽ കാണാതായ 6 പേരും മരണമടഞ്ഞതായി മെരിലാൻഡ് സ്റ്റേറ്റ് പോലീസ്. നദിയിലെ ജലത്തിന്റെ താപനില, കാണാതായ സമയ ദൈർഘ്യം എന്നിവ അടിസ്ഥാനമാക്കിയാണ് നിഗമനം. ബാൾട്ടിമോർ തുറമുഖത്തിൽ നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് തിരിച്ച ചരക്ക് കപ്പലാണ് അപകടത്തിന് കാരണമായത്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അതിർവരമ്പുകൾക്കപ്പുറവും വ്യോമസേനയുടെ ശക്തി ഫലപ്രദമായി നടപ്പാക്കാനാകുമെന്ന് ബാലാകോട്ട് ദൌത്യം തെളിയിച്ചതായി എയർ ചീഫ് മാർഷൽ VR ചൌധരി 15ാമത് ജംബോ മജൂംദാർ ഇന്റർനാഷണൽ സെമിനാറിന്റെ ഉദ്ഘാടന വേളയിൽ ഭാവി സംഘർഷങ്ങൾ നേരിടുന്നതിൽ വ്യോമ മേഖലയുടെ കരുത്ത് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ സദാനന്ദ് വസന്തിനെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചു. നിലവിൽ അദ്ദേഹം മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ മേധാവിയായി സേവനമനുഷ്ഠിക്കുകയാണ്. 2026 ഡിസംബർ 31 വരെയാണ് നിയമനം. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 വനിതകൾ ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ചിപ്പൂർ ഭട്ടിക്ക് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത്. CRPF, കോബ്ര ബറ്റാലിയൻ, ജില്ലാ റിസർവ് ഗാർഡ് എന്നിവയുടെ സംയുക്ത സംഘം ബീജാപൂർ ജില്ലയിലെ ബസഗുഡ പ്രദേശത്തെ കാടുകളിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. ഫ്രഞ്ച് ഗയാനയിലെ വനമേഖല ഉൾപ്പെടെ ആമസോൺ മഴക്കാടുകളിൽ നിക്ഷേപം നടത്തുമെന്ന് ബ്രസീലിയൻ ഫ്രഞ്ച് പ്രസിഡന്റുമാർ സംയുക്തമായി പ്രഖ്യാപിച്ചു. $110 കോടി നിക്ഷേപ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാറിലെ ഇന്ത്യൻ അംബാസഡറായി മുതിർന്ന നയതന്ത്രജ്ഞൻ ശ്രീ അഭയ് താക്കൂറിനെ നിയമിച്ചു. 1992 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് ശ്രീ താക്കൂർ സേവനമനുഷ്ഠിക്കുന്നത്. കേരളത്തിൽ ചൂട് കൂടുന്നു. 11 ജില്ലകളിൽ ശനിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ബീഹാറിൽ നാളെ വരെ പത്രിക സമർപ്പിക്കാം. കേരളം ഉൾപ്പെടെ 2ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. വിദേശ നിക്ഷേപങ്ങളിൽ മറ്റ് ഏഷ്യൻ വിപണികളെ പിന്തള്ളി ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപകർ ഈ മാസം നൽകിയത് $3.63 ബില്യൺ. ഗാസയിലെ സംഘർഷം അവലോകനം ചെയ്യാൻ ദോഹയിൽ ചർച്ചകൾ തുടരുന്നു. ഉടമ്പടി ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്ന് മധ്യസ്ഥരെ തിരിച്ചുവിളിച്ചതായി ഇസ്രായേൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.